PSC മെറിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കാൻ പോകുന്നത് 2025 സെപ്റ്റംബർ മാസത്തിൽ PSC ബുള്ളറ്റിനിൽ വന്ന ഫിസിക്സിന്റെ MCQs ആണ്. നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏത്? ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റത്തിന് കാരണമായ പ്രതിഭാസമാണ് ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം. അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്ത്? കൂളോം. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളോം. താഴെ കൊടുക്കുന്നവയിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏത്? വജ്രം. വജ്രത്തിനാണ് പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം. അടുത്ത ക്വസ്റ്റ്യൻ, ജലത്തിന്റെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? 48.60. ജലത്തിന്റെ ക്രിട്ടിക്കൽ കോണളവാണ് 48.60. അടുത്ത ക്വസ്റ്റ്യൻ, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം എന്ത്? അന്തരീക്ഷ അപവർത്തനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അന്തരീക്ഷ അപവർത്തനം. ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിന്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഗാൽവനോമീറ്റർ. ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിന്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ്രവീകരണ ലീനതാപത്തിന്റെ യൂണിറ്റ് എന്ത്? ജൂൾ പെർ കിലോഗ്രാം. ദ്രവീകരണ ലീനതാപത്തിന്റെ യൂണിറ്റ് ആണ് ജൂൾ പെർ കിലോഗ്രാം. സമ്പർക്ക ബലത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ന്യൂക്ലിയർ ബലം. സമ്പർക്ക ബലത്തിന് ഉദാഹരണമല്ലാത്തത് ന്യൂക്ലിയർ ബലം. സമ്പർക്ക ബലത്തിന് ഉദാഹരണങ്ങളാണ് വിസ്കസ് ബലം, പ്രതല ബലം, ഘർഷണ ബലം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രപഞ്ചത്തിന്റെ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ? പ്ലാസ്മ. പ്ലാസ്മ അവസ്ഥയിലാണ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തുല്യസമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം? സമചലനം. തുല്യസമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനമാണ് സമചലനം. അടുത്ത ക്വസ്റ്റ്യൻ, ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ്? ജൂൾ. ജൂൾ ആണ് ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം? സമചലനം. ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം സമചലനമാണ്. ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ്? ബലം. ന്യൂട്ടൺ എന്നത് ബലം അളക്കാനുള്ള ഏകകമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ. ഊർജത്തിന്റെ CGS യൂണിറ്റ് ഏത്? എർഗ്. എർഗ് ആണ് ഊർജത്തിന്റെ CGS യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ്? മീറ്റർ. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് ആണ് മീറ്റർ. ഒരു റിയർ വ്യൂ മിററിന്റെ വക്രത ആരം 12 മീറ്റർ ആണെങ്കിൽ അതിന്റെ ഫോക്കസ് ദൂരം എത്രയാണ്? 6 മീറ്റർ. ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ളത് ഏത് തരം ദർപ്പണങ്ങൾക്കാണ്? കോൺവെക്സ് ദർപ്പണങ്ങൾ. ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ളത് കോൺവെക്സ് ദർപ്പണങ്ങൾക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? അഡ്ഹീഷൻ ബലം കൊണ്ടാണ്. ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നതിന് കാരണം അഡ്ഹീഷൻ ബലം ഉള്ളതുകൊണ്ടാണ്. ധ്രുവപ്രദേശത്തു നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് പോകുന്തോറും ഭൂഗുരുത്വ ത്വരണത്തിന്റെ മൂല്യം കുറയുന്നു. ധ്രുവപ്രദേശത്തു നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് പോകുന്തോറും ഭൂഗുരുത്വ ത്വരണത്തിന്റെ മൂല്യം കുറയുന്നു.
പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം. കർഷണ ബലം. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലമാണ് കർഷണ ബലം. അപവർത്തനം എന്ന പ്രതിഭാസത്തിൽ പ്രകാശത്തിന്റെ ഏത് സവിശേഷതയ്ക്കാണ് മാറ്റം സംഭവിക്കാത്തത്? ആവൃത്തി. അപവർത്തനം എന്ന പ്രതിഭാസത്തിൽ പ്രകാശത്തിന്റെ ആവൃത്തിക്കാണ് മാറ്റം സംഭവിക്കാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. ഗോളാകൃതിയുള്ള ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു വസ്തുവിന് 5 കിലോഗ്രാം പിണ്ഡമുണ്ട്. ആ വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്ര ബിന്ദുവിൽ എത്തിച്ചാൽ പിണ്ഡം എത്രയായിരിക്കും? 5 കിലോഗ്രാം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.